ഒന്നും പറയണ്ട. ഞാൻ ഇവിടെ എറണാകുളത്ത് പാലാരിവട്ട സ്റ്റേഷനിലുണ്ട് ഞാൻ. എന്തോ പറ്റി? എന്ത് വിഷയം? വലിയ വണ്ടിയിലും തട്ടിയാണ്? എന്തോ വണ്ടി തട്ടി മസാജിങ് സെന്ററിൽ ചെന്നൊന്ന് കേറി കൊടുത്തതാ എറണാകുളത്ത്. മസാജിങ് സെന്റർ തിരിച്ചതിന്റെ എടാ മസാജിങ് സെന്ററിൽ ചെന്ന് കേറി കൊടുത്തു. നാശം പിടിക്കാനെ കൊണ്ട് ഞാൻ വല്ല വണ്ടിയും തട്ടി വേറെ വല്ല മസാജിങ് സെന്ററിൽ എന്താ പരിപാടി? എടാ ഡെന്നിഫർ എന്ന് പറഞ്ഞിട്ട് പെണ്ണ പ്ലേസ് കോൾ മീ മസാജിങ് 3000 രൂപയുള്ളൂ നിങ്ങൾ സുഖ ചികിത്സ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കുന്ന അവിടെ ഒരു പോസ്റ്റർ. അത് ഞാൻ കണ്ടോണ്ടൊന്ന് വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് കയറി ഇനി വരാനും നാണക്കേടെന്ന് പറഞ്ഞാല് എടാ ഞാൻ ചെന്നു. ഞാനൊരു പായൊക്കെ ആയിട്ട് അവിടെ ചെന്നു. നിന്നെ വിളിച്ചിട്ട് അത് അറിഞ്ഞില്ല. പായട ഇവര് സ്പാന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു പാക എന്റെ മനസ്സിൽ ഇവിടെ സ്പാ ഉണ്ട് വാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പായൊക്കെ വെച്ചിരുന്നു. നാണക്കേടും കഞ്ഞൂറിലാക്കിന്ന് പറഞ്ഞാല് അവിടെ ചെന്ന് അവിടെ ഡെന്നിഫർ മഴപ്പെല്ലാം വിളിച്ചു വരുന്നു. പക്ഷെ ഇവിടെ അവിടെ കണ്ടില്ല. ഞാൻ ചെല്ലുമ്പം ഇവരാരും ഇല്ല അവിടെ. അവിടെ ചെന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴത്തേന് ഒരു തടിമാരുടെ ഇറച്ചി വെട്ടുകാരനെ പോലെ ഒത്തിരിഞ്ഞ് വന്നേക്കാം. ഞാനാ ചേട്ടനെന്ന് ഞാനാ ചേട്ടനെ ചെയ്യുന്നതെന്ന്. അപ്പൊ അപ്പോഴേ എന്നെ പോയി, രണ്ടും പോയി. വേറെ ഒരു എന്റെ മനസ്സിൽ ഈ ഡെന്നിഫർ എന്നെ വിളിച്ചില്ല. ഡെന്നിഫർ ഞാനും ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും നോക്കട്ടെ ഈ പ്രായത്തില് മസാജിന് വലിയ പോയാലേ അറിയാൻ കൊല്ലത്തില്ലേ? നാശം പിടിക്കാൻ അമ്മമ്മയുടെ കാലിന് വേദനയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കൊള്ളാമെങ്കിൽ അമ്മമ്മയെ കൊണ്ടുപോയല്ലെന്ന് വെച്ചാൽ ഞാൻ ഈ ചെല്ലില്ല. സെന്ററിൽ വലിയ പോയേക്കുന്നത് അങ്ങനെയാ. ഇത് കൊള്ളാമെങ്കിൽ എന്നിട്ട് വല്ല നടന്നോ? അത് പറ കേക്ക്. ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ അപ്പൊ ഇവൻ വന്നിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാണ് സംഭവം എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു ഒരു പയ്യൻ വന്നിട്ട് ന്യൂസ് പേപ്പർ തന്നു. ന്യൂസ് പേപ്പർ എന്നിട്ട് പറഞ്ഞു ചേട്ടാ ഇന്നത്തെയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നത്തെ വായിച്ചു തന്നല്ലോ എന്ന് പറഞ്ഞു അതല്ല അത് വിരിച്ചിട്ട് അതിനകത്ത് കിടന്നോളാൻ പറഞ്ഞു. ന്യൂസ് പേപ്പറിനകത്ത് കിടന്നോളാൻ. ഞാൻ ചോദിച്ചോട്ടെ, എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വല്ലതാണോ പോയി? അത് മസാജിലാണോ പോയത്? ഞാൻ ഇമാരുടെ സെറ്റപ്പ് 3000 രൂപയൊക്കെ പറഞ്ഞു. എണ്ണത്തോണി അല്ലെ അങ്ങനത്തെ സാധനം നമ്മള് പ്രതീക്ഷിക്കുന്നേ. എണ്ണത്തോണിയൊന്നുമില്ല, ഒന്നുമില്ല. അപ്പം എന്ത് കഴിഞ്ഞപ്പോ പറഞ്ഞു ഒരു ഉടുക്കാലൊക്കാത്ത ഒരു ടർക്കി തോർത്ത് കൊണ്ട് തന്നു. അങ്ങോട്ടും എത്തത്തില്ല ഇങ്ങോട്ടും എത്തത്തില്ല. കീറി പറഞ്ഞ ഒരു സാധനം കൊണ്ടുവന്നു. അപ്പൊ എനിക്ക് എന്റെ ദേഷ്യം എല്ലാം കൂടെ കയറി വന്നു. ഞാനിത് എന്തോ ചെയ്യണമെന്ന് ഞാൻ ആകെപ്പാടെ ഞാൻ കഴിച്ചിട്ട് അപ്പൊ ഇത് പുറത്ത് കിടക്കുക. ചെരുപ്പ് പുറത്ത് കിടക്കുവാണ്. നാശം പിടിക്കുക. ചെരുപ്പ് പുറത്ത് കിടക്കുക.